ഇന്നലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ ഇൻസ്റ്റാ സ്റ്റോറിയിലൊക്കെ തന്നെ ഞാനൊരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ട്രൂക്ക് മിവി ഇതൊക്കെ തന്നെ പിറകിലാകും. അതിൽ വേറൊരു സംശയമില്ല എന്നുള്ളത്. ഞാൻ ഇന്നലെ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ട്രൂക്ക് മിവി ബ്രാൻഡൊക്കെ തന്നെ പുറകിലോട്ടാകും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്ത ഫാൻഡം 850യുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഞാൻ പറയുന്നുണ്ട് 850 ആ ഒരു ഫാൻഡം സീരീസിൽ ഞാൻ അത്രയും നാളും അൺബോക്സ് ചെയ്ത പോലത്തുള്ളൊരു ഔട്ട്പുട്ട് അല്ലായിരുന്നു കിട്ടിയത്. അതിനേക്കാളും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളതാണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിച്ചുള്ളൂ എന്നുള്ളതും. കൂടാതെ കുറേ കൂട്ടുകാർ 1000 രൂപയ്ക്കുള്ളിൽ പറയുമ്പോഴത്തേക്ക് ഞാൻ അത് അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഇപ്പോൾ. എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന വിങ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഗെയിമിംഗ് ഇയർബഡ് ആയിട്ടുള്ള ഫാൻഡം 315 എന്ന് പറയുന്നത് 899 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് ഇറങ്ങിയെങ്കിൽ പോലും, അതായത് 850നേക്കാളും കാശ് ഒരു 100 രൂപ കുറച്ചിട്ട് ഇറങ്ങിയത്. 1000 രൂപയ്ക്കുള്ളിൽ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് കണ്ണുമുട്ടി പറയാൻ പറ്റും. ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ 899 രൂപയ്ക്ക് തന്നെയാണ് വാങ്ങിച്ചത്, അല്ലാണ്ട് ഇതൊരിക്കലും പ്രൊമോഷണലായിട്ടാണ്. എന്തായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാണെങ്കിൽ ഫാൻഡം 315 നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകളെന്ന് മനസ്സിലാകുന്നതാണ്. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്ത ഈ ഒരു 315 നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഡീപ് സ്റ്റോർ വന്നു കഴിഞ്ഞാൽ, ഇൻസ്റ്റയിലുള്ള ഡീപ് സ്റ്റോർ വന്നു കഴിഞ്ഞാൽ അവിടെ ഞാൻ 899 വാങ്ങിച്ചത് അതിനേക്കാളും കാശ് കുറച്ചിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ വിങ്സ് ഫാൻഡം 315. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കേസാണ്. മാറ്റ് ഫിനിഷ്ഡ് ആണ്, കോമ്പാക്ട് ആണ്. മാറ്റ് ഫിനിഷ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ റഫ്യൂസ് ചെയ്താൽ പോലും പെട്ടെന്ന് അങ്ങോട്ട് സ്ക്രാച്ച് ആയി പോകാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. കൂടാതെ നമ്മുടെ കയ്യിലൊക്കെ വിയർത്താൽ പോലും കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ തെന്നി പോകാനായിട്ട്, തെന്നി വീണ് നമ്മുടെ കേസ് പൊട്ടാനായിട്ടുള്ള ചാൻസും വളരെ കുറവാണ്. ഏറ്റവും മുന്നിലായിട്ട് വിങ്സിന്റെ ലോഗോ ഉണ്ട്. അതിനടിയിലായിട്ടൊരു LED ഇൻഡിക്കേറ്ററും ഏറ്റവും അടിയിലായിട്ടൊരു ടൈപ്പ് സി പോർട്ടും നമുക്ക് കാണാം. അല്ലാണ്ട് വേറെ ഒന്നും തന്നെ ആക്ച്വലി ഫിസിക്കലി ഈ ഒരു കേസിന്റെ പുറമെ ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ ഒരു കേസ് എന്ന് പറയുന്നത് വെറും ഒരു കേസ് അല്ല, ഒരു പവർ ബാങ്ക് കൂടിയിട്ടുണ്ട്. പക്ഷേ എത്ര mAh ബാറ്ററി കപ്പാസിറ്റി എന്ന് എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാൽ അപ് ടു 40 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം എന്ന് പറയുന്നത്. 1.5 hours വേണം 100% ഇത് ചാർജ് ആകാനായിട്ട്. കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ചാർജിങ് അഡാപ്റ്റർ എന്ന് പറയുന്നത് 5V1 ആണ്. അതായത് 5 wattsന്റെ ലോ പവർ അഡാപ്റ്റർ ആണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ 5 wattsന്റെ അഡാപ്റ്റർ വെച്ച് ചാർജ് ചെയ്യുക, ഇനി അതല്ലെങ്കിൽ പവർ ബാങ്ക്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് വെച്ച് ചാർജ് ചെയ്യുക. ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും 5V2A 10 wattsന്റെ അഡാപ്റ്റർ വെച്ച് ചാർജ് ചെയ്യുന്നതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ടൈപ്പ് സി ആയതുകൊണ്ട് തന്നെ. ഇനി ഇയർബഡുകളുടെ ആ ഒരു ലിഡിന്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ക്വാളിറ്റിയാണ്. നമ്മളിപ്പോൾ ഒരു കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് നമ്മൾ നോർമൽ ഇയർബഡുകളൊക്കെ തുറക്കുന്ന പോലെ തുറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തുറക്കത്തില്ല. അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. കുറച്ചൊരു വെയിറ്റ് കൊടുക്കണം, എങ്കിൽ മാത്രമേ ലിഡ് ഓപ്പൺ ആവത്തുള്ളൂ. പിന്നെ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ഏത് ഡിവൈസിലാണോ കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പെയർ ചെയ്തിരിക്കുന്നത്, അതിലേക്ക് ഓട്ടോമാറ്റിക്കലി റീകണക്ട് ആവത്തില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലില്ല. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇത് വർത്ത് ബൈങ് എന്നുള്ളതിൽ വേറെ ഒരു സംശയമില്ലായിരുന്നു. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഭയങ്കര ലോങ് ആയിട്ടുള്ള സ്റ്റെമ്മും ഇഷ്ടമല്ല, എന്നാൽ ബഡും ഇഷ്ടമല്ല. അതിനിടയ്ക്കുള്ള ഒരു ഷോർട്ട് സ്റ്റെം ആയിട്ടുള്ള ഒരു ഇയർബഡാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വിങ്സിന്റെ ഫാൻഡം 315ലേക്ക് പോകുന്നതിൽ വേറെ ഒരു പ്രശ്നമില്ല. അതുപോലത്തെ ഒരു സംഭവമാണ് എന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഇയർബഡുകളുടെ കേസ് മാറ്റ് ഫിനിഷ് ആണെങ്കിലും നമ്മുടെ ഇയർബഡുകൾ എന്ന് പറയുന്നത് 100% ഗ്ലോസി ഫിനിഷ്ഡ് ആണ്. ഏറ്റവും പറയിലായിട്ട് വിങ്സിന്റെ ലോഗോയും അതുപോലെ തന്നെ LED ഇൻഡിക്കേറ്ററും മൈക്കും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. 13mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. കൂടാതെ അപ് ടു 10 hours ആണ് സിംഗിൾ പ്ലേ ടൈമിൽ കമ്പനി അവകാശപ്പെടുന്നത്. 1 മണിക്കൂർ വേണം ഈ ഒരു ഇയർബഡുകൾ എത്ര mAh ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നെങ്കിൽ പോലും 100% ചാർജ് ആകാനായിട്ട്. ഞാൻ എന്തായാലും ഒരു 70 to 80% പാട്ട് കേട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂറിലായപ്പോഴത്തേക്ക് 90%, അതായത് 10% മാത്രമേ ഡ്രോപ്പ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എന്താ പറയുക 8 to 9 hours നമുക്ക് കിട്ടുന്നുള്ളതിൽ വേറെ ഒരു സംശയമില്ല. ഇനി ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ GS കണ്ട ആ ഒരു ഭാഗത്തായിട്ടാണ് ആക്ച്വലി ടച്ച് സെൻസേഴ്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ്, അതിന് വേറെ ഒരു സംശയമില്ല. വലുതിൽ നമ്മൾ ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യുവാണെങ്കിൽ വോളിയം അപ്പ് ആവും, ഇടതിൽ നമ്മൾ 1 ടാപ്പ് ചെയ്യുവാണെങ്കിൽ വോളിയം ഡൗൺ ആവും. കൂടാതെ ഇടതിലാണെങ്കിലും വലുതിലാണെങ്കിലും നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി ട്രിപ്പിൾ ടാപ്പ് നമ്മൾ വലുതിൽ ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ട്രിപ്പിൾ ടാപ്പ് നമ്മൾ ഇടതിൽ ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. ഇടതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴാണ് ഇതിനകത്തുള്ള വോയിസ് അസിസ്റ്റൻസ് വർക്കൗട്ട് ആവുക. അതുപോലെ തന്നെ വലുതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗെയിമിംഗ് മോഡ് ഓൺ ആവുന്നതാണ്. വീണ്ടും നമ്മൾ ഒന്നുകൂടി അങ്ങോട്ട് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ബീസ് മോഡ് വീണ്ടും തെറ്റിപ്പോയി ഗെയിമിംഗ് മോഡ് ഓഫ് ആവും.
ഇനി വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ ഇത് എൻ്റെ ചെവിയിൽ അങ്ങോട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിപ്പുണ്ട്. കൂടാതെ അത്യാവശ്യം നല്ല പാസീവ് നോയ്സ് ക്യാൻസലേഷൻ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ ഒരാളടുത്ത് മിണ്ടുകയോ ഇനി അതല്ല വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് ഡിസ്റ്റർബൻസ് ഉണ്ടാവാനേ ചാൻസ് വളരെ കുറവാണ്. ഞാൻ 1 മണിക്കൂറോളം ഉപയോഗിച്ചിട്ടും എനിക്ക് അങ്ങനെ ചെവിക്ക് അങ്ങനെ ഒരു പെയിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവമേ ഉണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ 9-10 മണിക്കൂറൊക്കെ വെച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു സമയം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ 1 മണിക്കൂർ മാത്രം ട്രൈ ചെയ്തത്. ഉറപ്പായിട്ടും ഫാൻറ്റം 315 നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എത്ര മണിക്കൂറാണ് ഉപയോഗിച്ചിട്ടുള്ളത്, നിങ്ങളുടെ ഒരു കംഫർട്ട് എന്താണ്, അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ SBC AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 100% പാട്ടിട്ടാൽ പോലും ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളും യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഇല്ലാണ്ട് കേൾക്കാം. എന്നാൽ ചില പാട്ടുകൾ ഇടുമ്പോഴത്തേക്ക് 100%ലേക്ക് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ചെറിയ ഒരു ഡിസ്ട്രാക്ഷൻസ് അല്ലെങ്കിൽ പതർച്ച എന്ന് പറഞ്ഞ സംഭവം ഫീൽ എനിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ കാര്യം എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 100% എല്ലാ പാട്ടുകളും ഇട്ട് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക ചെറിയ ചെറിയ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. പക്ഷേ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് 50% അല്ലെങ്കിൽ 60% ഇട്ടാൽ മതി. അത്യാവശ്യം നല്ല എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ്. മറ്റൊരു ഇയർബഡിൽ 100% ഇടുന്നത് ഇവിടെ സത്യം പറഞ്ഞാൽ എന്താ പറയുക 60 അല്ലെങ്കിൽ 70% കിട്ടുന്നു എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് സത്യം പറഞ്ഞാൽ എടുത്ത് പറയാതിരിക്കാൻ വയ്യേട്ടാ. അതുകൊണ്ട് തന്നെ നമ്മൾ 100%ലേക്ക് ഇത് അപ്പ് ചെയ്യാനായിട്ട് നോക്കത്തേ ഇല്ല കേട്ടോ. പിന്നെ മ്യൂസിക് ഔട്ട്പുട്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ല ബേസ് ഉള്ളൊരു ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ബേസ് കിട്ടുന്നുണ്ട്. എന്നാൽ അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ബേസ് ഉണ്ട് പക്ഷേ ഭയങ്കര ബേസ് ഡോമിനേറ്റഡ് ചെയ്യുന്നില്ല എന്നുള്ള പാട്ട് ഇട്ടാൽ പോലും ആ ഒരു ബേസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് ഞാൻ വീണ്ടും പറയാനുള്ളത് ഒരു 60-70% ഇട്ടാൽ മതി. നല്ല രീതിക്ക് തന്നെ നമുക്ക് ബേസ് ഫീൽ ചെയ്യുന്നുണ്ട്. പൊതുവേ ഞാൻ വീണ്ടും പറയാനുള്ളത് കഴിഞ്ഞ 850 പറഞ്ഞ പോലെ 850 ഞാൻ അത്രയും ആ ഒരു ഫാൻറ്റം സീരീസിലുള്ളതിൽ കേട്ടിട്ടുള്ളതിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു മ്യൂസിക് ക്വാളിറ്റി എങ്കിൽ ഇനി ഞാൻ പറയുന്നത് 850 കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു മ്യൂസിക് ക്വാളിറ്റി നമ്മുടെ ഈ ഒരു ഫാൻറ്റം 315 ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്താ പറയുക ഒരു പാട്ട് കേട്ടതിന് ശേഷമാണ് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറിയിലൊക്കെ തന്നെ ഞാൻ ഷെയർ ചെയ്തത്. എന്താ പറയുക മിവിയും അതുപോലെ തന്നെ നമ്മുടെ ട്രൂക്കും ഒക്കെ തന്നെ പിറകിലാകാൻ പോകുന്നുള്ളത്. മിവി ഇപ്പോൾ കുറച്ച് നാളായിട്ട് ബിൽഡ് ക്വാളിറ്റിയിൽ മുന്നിലാണ്, പക്ഷേ മ്യൂസിക് ക്വാളിറ്റിയിൽ അവർ ഇതുവരെ അങ്ങോട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല. ട്രൂക്ക് ഓക്കെയാണ് മ്യൂസിക് ക്വാളിറ്റി, പക്ഷേ ബിൽഡ് ക്വാളിറ്റി പൊതുവെ പലതിലും കുറവാണ്. എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് രണ്ടുമുണ്ട്. ഇപ്പോൾ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ബിൽഡ് ക്വാളിറ്റിയാണ്, അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റി ആണെങ്കിലും അത് അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും 1000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നോക്കുന്നതിൽ കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ് ഈ ഒരു വിങ്സിന്റെ 315 എന്നുള്ളതിൽ വേറെ ഒരു സംശയമില്ല കേട്ടോ. ബ്ലൂടൂത്ത് വേർഷൻ 5.3 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 15 മീറ്ററുമാണ്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഡ്രസ്സില്ലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിച്ചാൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളേ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. IPX5 ആയതുകൊണ്ട് തന്നെ നമ്മൾ കുളിക്കുന്ന സമയത്താണെങ്കിലും പാട്ട് കേട്ടുകൊണ്ട് കുളിക്കാം. പക്ഷേ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക 1 വർഷം വാറണ്ടി ഉണ്ടെങ്കിൽ പോലും വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടാൻ പോകുന്നില്ല. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ വലിയ റിസ്ക് എടുക്കാതെ ഇതുപോലെ അത്യാവശ്യം ഡ്രസ്സിലെങ്കിൽ ഓക്കെ, അതുപോലെ തന്നെ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിച്ചാൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളേ ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമ്മുടെ 40ms ലോ ലേറ്റൻസി മോഡ് PUBG പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം വർക്കൗട്ട് ആവുമെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. എപ്പോഴും ഞാൻ ചെയ്യുന്ന പോലെ സ്പ്രേ ചെയ്തതിന് ശേഷം കൈയെടുക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ഒരു സൗണ്ട് സസ്റ്റെയിൻ ചെയ്യുന്നത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സിംഗിൾ ടാപ്പിലും വലിയ കുഴപ്പമില്ല, കണ്ടോ സ്പ്രേ ചെയ്യുമ്പോഴും വലിയ കുഴപ്പമില്ല അല്ലേ. അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഗെയിമൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ടല്ലേ. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നിങ്ങളൊരു പ്രോ പ്ലെയർ ആണെങ്കിൽ ചിലപ്പോൾ ചെറിയ ഡിലേകൾ സംഭവിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഒരു നോർമൽ പ്ലെയർ ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഗെയിം കളിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു 40ms ലോ ലേറ്റൻസി മോഡ് ഇടണ്ട കേട്ടോ നമ്മൾ വീഡിയോസ് കാണുന്ന സമയത്ത്. അത് എക്സ്റ്റേണൽ പ്ലെയറിലായിക്കോട്ടെ ഇന്റർണൽ പ്ലെയറിലായിക്കോട്ടെ ഇനി അതല്ല യൂട്യൂബിലായിക്കോട്ടെ ഈ ലോ ലേറ്റൻസി മോഡ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് തന്നെ, അതായത് ഗെയിം മോഡ് ഇല്ലാണ്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ലിപ് സിങ്ക് കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ മൊബൈലിൽ ബ്ലൂടൂത്ത് വേർഷൻ 5.2 ആണ്, ഇതിനകത്തെന്ന് പറഞ്ഞാൽ 5.3 ആണ്. അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. എന്തായാലും വിങ്സ് ഫാൻറ്റം 315 യൂസ് ചെയ്യുന്ന 5.0 അല്ലെങ്കിൽ 5.1 വേർഷൻ ഉള്ള മൊബൈൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് ഇടുക, നിങ്ങളുടെ ഔട്ട്പുട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു വിങ്സ് ഫാൻറ്റം 315 കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ഷെയർ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വന്നത്. 899, ഇനി അതല്ല പോട്ടെ 999 രൂപയ്ക്ക് നമ്മളിത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ ഇല്ലയോ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും കണ്ണുമുട്ടി വാങ്ങിച്ചുള്ളൂ. വേറെ ഒരു സംശയവും നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രയ്ക്കും നല്ല പെർഫെക്റ്റ് ആണ്. ആക്ച്വലി ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും മ്യൂസിക് ക്വാളിറ്റി ആണെങ്കിലും ആ ഒരു ലോ ലേറ്റൻസിയുടെ കാര്യത്തിലും ആണെങ്കിൽ, പിന്നെ മൈക്ക് ക്വാളിറ്റി നിങ്ങൾ ഓൾറെഡി ആ ഒരു ഡെമോ കേട്ടല്ലോ, അത് മതിയെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് പോകാം. ഞാൻ ആക്ച്വലി മൈക്ക് ക്വാളിറ്റി ഔട്ട്പുട്ട് കേട്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അതർവൈസ് ഉറപ്പായിട്ടും മറ്റുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് 899 അല്ല 999
$299 പോലും നമുക്കിത് കണ്ണും പൂട്ടി വാങ്ങിക്കാം, ഒരു സംശയമില്ലാണ്ട്. മ്യൂസിക് ലവർ ആയിക്കോട്ടെ, അല്ല മൂവി ലവർ ആയിക്കോട്ടെ, ഇനി അല്ല ഗെയിമിങ്ങിനായിക്കോട്ടെ, ഒരിക്കലും ഒരു സംശയവും നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു 315. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ 315നെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ടും ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.